പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 സെപ്റ്റംബർ മാസം 16 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മെ ലജ്ജിപ്പിക്കാത്ത ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 34 സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എത്ര പേർ പറയും, എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്ന ദൈവമാണ്? എങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്നത് നമ്മെ ഒരു നാളും ലജ്ജിപ്പിക്കത്തില്ലെന്നുള്ളതാണ്. ഇതാ സങ്കീർത്തനക്കാരൻ പറയാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ പല മേഖലയിൽ ഒറ്റപ്പെട്ടും ഏകനായിട്ടുമൊക്കെ ഇറങ്ങി പല മേഖലയിൽ ശ്രദ്ധിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ കർത്താവിനെയാണ് നോക്കുന്നതെങ്കിൽ, കർത്താവിൻ്റെ മുഖം അന്വേഷിച്ചാണ് ഈ ദിവസം നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെ നിങ്ങൾ തലകുനിക്കുന്നു, എവിടെ നിങ്ങൾ തീരുമെന്നൊക്കെ പറഞ്ഞു, അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഒരു വീട്ടിനകത്തുനിന്ന് ഒറ്റയ്ക്ക് സത്യദൈവത്തെ അറിഞ്ഞ്, ഹല്ലേലൂയ, പാരമ്പര്യങ്ങളെ വിട്ട്, ഹല്ലേലൂയ, മറ്റ് ജാതി മാർഗങ്ങളൊക്കെ വിട്ട് യേശുവിന് വേണ്ടി ഇറങ്ങിയ നിങ്ങളെ നോക്കി പലരും പറയുന്നുണ്ടാക്കാം, നീ തീർന്നു പോകും, നീ അവസാനിക്കും, ഇനി നിനക്ക് രക്ഷയില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നെ കേൾക്കുന്നവരോട് ഒരുമിച്ചൊന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വാക്യം പറയാൻ തയ്യാറാകണം. 3-ാം സങ്കീർത്തനം അതിൻ്റെ 2-3 വാക്യങ്ങൾ. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. 3-ാമത്തെ വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഇതാ ദൈവവചനത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. എനിക്ക് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. എന്നാൽ നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനാകുന്നു. നമ്മളെക്കുറിച്ച് പലരും മാറി നിന്ന് സംസാരിക്കുന്നതിനായിരിക്കും. എവിടം വരെ പോകാൻ, ഇപ്പം തീരും, അറിയാം, അവൻ്റെ ദൈവം ജീവിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പറയണം, എൻ്റെ ദൈവം എന്നെ ലജ്ജിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, നീ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവരുമാണ്. എവിടെ നിങ്ങൾ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ, എവിടെ നിങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടോ, അവിടെ മാനിക്കുന്ന ഒരു ദൈവത്തെ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാം, യേശുവിനെ എവിടെയാണോ അടക്കിയത് അവിടെയാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. അടച്ച കല്ലുകളെ ഉരുട്ടി നീക്കിക്കൊണ്ട് ഉയർപ്പിൻ്റെ ശക്തി അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് തകർന്നെന്നും തീർന്നെന്നും ഒക്കെ പറയുന്നിടത്ത് എൻ്റെ ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ 25-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. നിന്നെ കാത്തിരുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ദൈവത്തെ കാത്തിരുന്ന ഒരാൾ പോലും ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ. ദൈവത്തിന് വേണ്ടിയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കുമെന്നും അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്നുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വിടുതലുകളുടെ സമയമായിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ ആരോടൊക്കെ ഞാൻ ദൂത് പറയുകയാണ്, നിങ്ങളുടെ വിടുതലിൻ്റെ സമയമായി. ദിസ് ഈസ് യുവർ ടൈം റൈറ്റ് നൗ. ഹല്ലേലൂയ. നിന്റെ മിറക്കിളിൻ്റെ സമയമാണിത്. നീ ആ 38 വർഷമായി കുളക്കടവിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുമ്പോൾ നീ വിചാരിച്ചത്, ലോകം വിചാരിച്ചത്, ഇനി ഇവൻ ഇവിടെ എഴുന്നേൽക്കത്തില്ലെന്നാണ്. പക്ഷെ നിന്നെ കണ്ട ഒരു ദൈവമുണ്ട്. നീ വിശ്വസിക്കുന്ന ദൈവം
ഇനി നീ കുളത്തിൽ ഇറങ്ങാതെ നിന്നെ അവൻ അവൻ്റെ വാക്കുകളിൽ എഴുന്നേൽപ്പിച്ച് വിടുവാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ ഒരു വലിയ സാക്ഷിയായി തീരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചേർന്ന് ഒരിക്കൽ കൂടെ പറയണം, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകില്ല എന്ന് തിരുവെഴുത്തിൽ അരുൾ ചെയ്തിരിക്കുന്നുവല്ലോ. ഇതാ അടുത്ത വാക്യം നമ്മോട് വ്യക്തമായി പറയാണ്, അവനിൽ വിശ്വസിക്കുന്നു. നമ്മൾ 3 വാക്യങ്ങൾ വ്യക്തമായി കേട്ടു. 1, അവങ്കിലേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോകത്തില്ല. 2, അവനെ കാത്തിരുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. 3, അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പകൽ നിങ്ങളുടെ ലജ്ജകൾ മാറാൻ പോവുകയാണ്, നിങ്ങളുടെ നിന്ദകൾ മാറാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി പറയാൻ പോവുകയാണ്. എലിസബത്ത് പറയാണ്, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നതോടെ എൻ്റെ ചാർച്ചക്കാരെ ചുറ്റിൽ നിന്ന് എൻ്റെ നിന്ദ നീങ്ങി പോവുകയാണ്. വിശ്വസിക്കാമോ? അവനിൽ വിശ്വസിച്ച ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ഈ പ്രഭാതത്തിൽ ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോ. തിരുവെഴുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറാൻ പറ്റത്തില്ല കേട്ടോ. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ പറ്റും. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വഴിയരികിൽ ഒരു യാചകനായിരിക്കുന്ന തിമായിയുടെ മകനായി ഭർത്തിമായി നസറേനായ യേശു കടന്നു പോകുന്നത് കേട്ടപ്പോൾ അവൻ്റെ സൗഖ്യദായകനാണ് പോകുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞുകൊണ്ട്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിച്ചു തുടങ്ങി. ആ നിലവിളിച്ചു തുടങ്ങുമ്പോൾ മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 48-ാമത്തെ വാക്യം, മിണ്ടാതിരിക്കാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഈ ഭാഗത്തെ ഒന്ന് നിങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും അവനോട് പറയാണ്, നിനക്ക് വേണ്ടിയല്ലേ യേശു നിൽക്കുന്നത്, നിനക്ക് വേണ്ടിയല്ലേ യേശു ഇതിനെ പോകുന്നത്. അവരെല്ലാവരും അവൻ്റെ വായടയ്ക്കാൻ നോക്കി. പക്ഷെ അവൻ സാഹചര്യങ്ങൾ നോക്കാതെ വിശ്വാസത്തിൽ വിളിച്ചു പറയാണ്, എന്നോട് കരുണ തോന്നണമേ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ക്രിസ്ത്യാനിയോ വിശ്വാസിയായിട്ട് എന്നെ കേൾക്കുന്നത്, സാഹചര്യങ്ങൾ നിങ്ങളെ ഭരിക്കരുത്. സാഹചര്യത്തിലല്ല ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്, സാഹചര്യത്തിൻ്റെ മുകളിൽ ദൈവത്തിന് നിന്നെ നടത്തുവാൻ കഴിയും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പലരും പത്രോസ് വെള്ളത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം, നീ മുങ്ങിപ്പോകും, ഇറങ്ങരുതെന്ന്. പക്ഷെ യേശുവിൻ്റെ വാക്കിനാൽ അവൻ വെള്ളത്തിന് മേൽ നടന്നതുപോലെ എല്ലാ സാഹചര്യങ്ങളെയും നിനക്ക് ജയിക്കാൻ കഴിയും. ഇതാ പലരും തിമായുടെ മകനായ ഭർത്തിമായോട് പറഞ്ഞു, നീ മിണ്ടാതിരിക്കണം, നിനക്ക് വേണ്ടിയല്ല. പക്ഷെ 49-ാമത്തെ വാക്യത്തിൽ അവൻ്റെ നിലവിളിയുടെ ശബ്ദത്തിൽ, അവൻ്റെ വിശ്വാസത്തിൻ്റെ ശബ്ദത്തിൽ യേശു അവനെ വിളിക്കുവാൻ പറയുകയാണ്, നിന്നെ വിളിക്കുന്ന ഒരു പകലാണെന്ന്, നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു പകലാണ്. വിശ്വസിച്ചുകൊണ്ടൊന്ന് കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ നിന്ദകളെ ഉരുട്ടി നിൽക്കുന്നതിനായിട്ട്, ഞങ്ങളുടെ ലജ്ജകളെ മാറ്റുന്നതിനായിട്ട്, ഈ പകൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യുന്നതിനായിട്ട്, എന്നെ കേൾക്കുന്ന ചില കുടുംബങ്ങളുടെ വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കുകയാണ്, തലമുറകളുടെ വിടുതലുകൾ സംഭവിക്കുകയാണ്, ചില ജോലി വിഷയങ്ങൾ മാറിപ്പോവുകയാണ്. കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുന്നു. എതിരുകൾ മാറുന്നത് വിശ്വസിക്കുന്ന കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. ഞങ്ങൾ നിന്ദിക്കപ്പെടത്തില്ല. ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കും, ഞങ്ങളെ അത്ഭുതത്തിലേക്ക് നടത്തുന്നു. ഒരു നാളും ഞങ്ങൾ നിന്ദിക്കപ്പെടത്തില്ലെന്ന് വിശ്വസിക്കുന്ന, ഞങ്ങളെ ഒരിക്കലും കൈവിടാത്ത ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഇതൊരു അത്ഭുതത്തിൻ്റെ പ്രഭാതമാക്കണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. വേഗത്തിൽ തന്നെ ഈ കാണുന്ന പ്രയർ ലൈനിലേക്ക് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ സൂം ഐഡികൾ നിങ്ങൾ സ്വീകരിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. 9072 നമ്മുടെ വാട്സാപ്പ് നമ്പറാണ്. നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.